ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഈ ഒരു സീസൺ 6 തുടങ്ങിയപ്പോൾ മുതൽ വിക്ടം കാർഡ് ഇറക്കി കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് നോറ. ഏത് ക്യാമറയ്ക്ക് മുന്നിൽ പോയും കരഞ്ഞ് നിലവിളിച്ച് തൻ്റെ കാര്യങ്ങളൊക്കെ ന്യായീകരിച്ച്, അതുപോലെ തന്നെ ക്യാമറ മാത്രമല്ല മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിലും ആരൊക്കെ അവൈലബിൾ ആണോ അവരുടെ അടുത്തൊക്കെ പോയിരുന്ന് ന്യായീകരിച്ച് സ്വന്തം ഭാഗം കറക്റ്റാണ് എന്ന് വരുത്തി തീർക്കാൻ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് നോറ എന്ന് നമുക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു സീസൺ 6 തുടങ്ങിയപ്പോൾ മുതൽ ഇത് തന്നെയാണ് കണ്ടുവരുന്നതും. അതുപോലെ എന്തൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കാവോ, എന്തൊക്കെ നുണകൾ പറയാമോ, ഇതെല്ലാം പോയിട്ട് ഓരോ കണ്ടസ്റ്റൻസിൻ്റെ അവിടെയും മാറിയും ഒളിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള കണ്ടസ്റ്റൻസിൻ്റെ അടുത്തെല്ലാം പോയിരുന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി കൊടുക്കുകയും അതുപോലെ തന്നെ സ്വന്തമായി ചെയ്യുന്ന പ്രശ്നങ്ങളും സ്വന്തമായി ചെയ്യുന്ന ഇഷ്യൂസും ന്യായീകരിക്കും. ഞാനതങ്ങനെ ചെയ്തിട്ടില്ല, ഇങ്ങനെ ചെയ്തിട്ടില്ല, എൻ്റെ ഭാഗത്താണ് ന്യായം എന്നൊക്കെ. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ഫാമിലി റൗണ്ട് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞതോടുകൂടി കുറച്ച് നോറ ഈ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്ന് പ്രേക്ഷകരെ എല്ലാം പറ്റിക്കാൻ വേണ്ടി, അല്ലെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർക്കിടയിലേക്ക് നുണ പറഞ്ഞു പരത്തിയ കുറച്ച് ഫാമിലി മാറ്റേഴ്സും കാര്യങ്ങളും ഒക്കെ തെറ്റാണെന്ന് നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലായി. ഒരു പരിധിവരെ അതിന് മുന്നേ തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലായിരുന്നു നോറ എന്താണെന്നും നോറയ്ക്ക് എന്തോരം സപ്പോർട്ട് ഉണ്ടെന്നൊക്കെ നിങ്ങൾ പ്രേക്ഷകർക്കൊക്കെ അറിയാം. കാരണം ഒരു നല്ലൊരു ശതമാനം പ്രേക്ഷകർക്കും നോറ എന്ന കണ്ടസ്റ്റന്റിനോട് വലിയ താല്പര്യമില്ല. അതിപ്പോൾ എന്ത് കാര്യം നോക്കിക്കഴിഞ്ഞാലും ബിഗ് ബോസ് ഹൗസിലെ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടുള്ള നിലപാടുകളോ വ്യക്തിത്വങ്ങളോ ഇതൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് നോറ എന്ന കാര്യം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം അത് വെച്ചിട്ട് നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും നോറയെ പറ്റി ഒരു വ്യക്തമായ ധാരണകളുണ്ട്. ഇതിൽ കൂടുതലൊന്നും വരുത്താനുമില്ല. ഇനി എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും നോറയെ ആരും തന്നെ സപ്പോർട്ട് ചെയ്യുമെന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാൽ അവിടെയുള്ള കണ്ടസ്റ്റൻസിന് കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു സീസൺ 6 പാതി വഴിയിലൊക്കെ വെച്ച് തന്നെ പല കണ്ടസ്റ്റൻസിനും ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണകൾ വരികയും കുറച്ച് പേര് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുകയും എല്ലാം ചെയ്തിരുന്നു. കാരണം സിജോ ഈ രണ്ടാമത് കയറി വന്നതിന് ശേഷം നോറയ്ക്കെതിരെ സംസാരിക്കുകയും നോറ നുണച്ചിയാണ്, അതുപോലെ തന്നെ പല നുണകളും പറഞ്ഞ് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ സ്ഥാപിക്കുന്നുണ്ടെന്നൊക്കെ പല സന്ദർഭങ്ങളിലും പറയുന്നുണ്ടായിരുന്നു. അപ്പം പല കണ്ടസ്റ്റൻസിനും ഇതൊരു സംശയമായി നിന്നിരുന്നു. അതുപോലെ തന്നെ പല കണ്ടസ്റ്റൻസിനും ഇതൊരു ഈ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ നോറയിൽ നിന്ന് ഉണ്ടായിരുന്നു. അപ്പോഴും എല്ലാവരും നോറ പലയിടത്തും വന്നിരുന്ന് സെപ്പറേറ്റ് പേഴ്സണലായി വന്നിരുന്ന് കരഞ്ഞ് നിലവിളിച്ച് പറയുമ്പോൾ കണ്ടസ്റ്റൻസ് ഒക്കെ കരുതിയിരുന്നു എന്തെങ്കിലുമൊക്കെ സത്യസന്ധത ഉണ്ടാകും, എന്തെങ്കിലുമൊക്കെ നോറയുടെ സൈഡിൽ ന്യായങ്ങളും കാരണങ്ങളും ഉണ്ടാകുമെന്ന്. അതിൽ പ്രധാനിയാണ് നമ്മുടെ അൻസിബയുടെ അടുത്താണ് റസ്മിൻ എന്നിവരുടെ അടുത്തൊക്കെയാണ് നോറയുടെ പ്രധാന കൂട്ടും കാര്യങ്ങളും. അൻസിത്ത എന്നും വിളിച്ചുകൊണ്ട് ഈ പറയുന്ന നോറ പോയിരുന്ന കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അൻസിബയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് കഴിഞ്ഞ് സപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഫാമിലി വന്നതിന് ശേഷം ഈ പറയുന്നത് പോലെ അൻസിബയ്ക്ക് ഈ ഒരു കാരണങ്ങളിലും നോറ പറയുന്ന കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തതയില്ല, പറയുന്നതെല്ലാം നുണയാണെന്നും കാര്യങ്ങളും മനസ്സിലായിരുന്നു. അതുപോലെ തന്നെ അൻസിബയും നോറയും ഒന്നിച്ച് ഈ ഒരു പവർ റൂമിലേക്ക് കയറിയതിന് ശേഷം കൂടെ നിന്നുകൊണ്ട് തന്നെ നോറ കാല് വാരുമെന്നുള്ള കാര്യങ്ങളും അൻസിബയ്ക്ക് മനസ്സിലായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ചുരുക്ക് നിലനിൽക്കുമ്പോഴാണ് ഇന്നലെ ബിഗ് ബോസ് നമ്മുടെ ഓഡിയൻസ് പോൾ വഴി ഒരു ടാസ്ക് നോറയ്ക്ക് കൊടുക്കുന്നത്. അതായത് കണ്ടസ്റ്റൻസ് ഒക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതിന് എതിര് സംസാരിക്കണമെന്ന്. അപ്പം അതിന് തൊട്ട് മുൻപ് ദിവസങ്ങളിൽ ഇവർ തമ്മിൽ പല സ്വരച്ചേർച്ചകളും പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചുരുക്കം നിൽക്കുന്നതെല്ലാം കൂടെ കൂട്ടി അൻസിബ ആ ഒരു ടാസ്കിനിടയിൽ അങ്ങ് ഇട്ട് കൊടുത്തെന്ന് തന്നെ പറയാം. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോറയെ അങ്ങ് തേച്ചൊട്ടിച്ച് വലിച്ചു വാരി അങ്ങ് എടുത്തെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം വീട്ടുകാരെ എല്ലാം പ്രേക്ഷകർക്ക് മുന്നിലേക്ക്, അല്ലെങ്കിൽ അവർ തെറ്റ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് വലിച്ചു കീറാൻ ഇട്ട് കൊടുക്കുന്നതാണോ നിൻ്റെ ഒരു ഗെയിം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അൻസിബ ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങി. നോറയ്ക്കൊന്നും പറയാനില്ല. അതുപോലെ തന്നെ ഈ ഒരു വിക്ടം കാർഡ് കളിക്കുന്നതും അതുപോലെ തന്നെ ഈ കരഞ്ഞു മെഴുകുന്നതും എല്ലാം നിൻ്റെ ഗെയിം ആയിരുന്നു, ഇതെല്ലാം നിൻ്റെ ഫേക്ക് അല്ല, ഇത് നീ പറയുന്നതെല്ലാം വളരെ മോശമായിട്ടുള്ള കാര്യവും വെറും കള്ളത്തരം മാത്രമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് അൻസിബ അങ്ങ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ പോരെ. പിന്നെ തൊട്ടുപുറകെ മറ്റ് പല കണ്ടസ്റ്റൻസിന് നോറയ്ക്ക് മേൽ ആക്രമണം തന്നെയായിരുന്നു എന്ന് പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോറയ്ക്കൊന്നും പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല, കരയാൻ പോലും പറ്റാത്ത അവസ്ഥകൾ. കാരണം ഇത്രയും ദിവസം കരഞ്ഞു വന്നതും എല്ലാം ആക്ടിങ് ആണെന്ന് എല്ലാ കണ്ടസ്റ്റൻസിനും തന്നെ വ്യക്തമായ ഒരു സമയമായിരുന്നു. കാരണം ഒരു പരിധിവരെയും കുറേ കണ്ടസ്റ്റൻസിന് കാര്യങ്ങളെല്ലാം മനസ്സിലായിരുന്നു. എന്നാൽ ഇന്നലത്തെ ആ ഒരു സംഭവത്തോടു കൂടി അൻസിബയുടെ ആ ഒരു പ്രവൃത്തിയോടുകൂടി, അല്ലെങ്കിൽ ഇവർ തമ്മിൽ അടയും ചക്കരയുമായിട്ട് ഇരുന്നിരുന്ന ഒരു സമയമായിരുന്നു. ഇവർ തമ്മിൽ ചെറിയ പൊട്ടിത്തെറികൾ ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു പവർ റൂമിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു, പുറത്തേക്ക് വിസിബിൾ അല്ലായിരുന്നു. എന്നാൽ ഇന്നലത്തെ ആ ഒരു പ്രവൃത്തിയോടുകൂടി അൻസിബയുടെ ആ ഒരു ആക്രമണത്തോടു കൂടി തന്നെ എല്ലാവർക്കും തന്നെ കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും തന്നെ ആ ഒരു സംഭവം വ്യക്തമായി. അതുപോലെ തന്നെ പ്രേക്ഷകർക്കും ഈ ഒരു ഫാമിലി റൗണ്ടും കഴിഞ്ഞതോടുകൂടി നോറയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വന്നിരുന്നു. അപ്പം ബിഗ് ബോസും പയ്യെ നോറയെ കൈവിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസുമായിട്ടുള്ള അവർ തമ്മിലുള്ള ഡീലും കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. മാക്സിമം ഈ പറയുന്നത് പോലെ നോറയെ സീസൺ 6 മാക്സിമം ആഴ്ചയിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ടോപ്പ് 5 എത്തിക്കുക. ടോപ്പ് 5 എത്തുകയില്ലോ എന്നൊക്കെ നോറയുടെ ഭാഗ്യം. പക്ഷേ ബിഗ് ബോസ് ഉദ്ദേശിച്ച കാര്യം ഏകദേശം നടന്നിട്ടുണ്ട്. ഇതിപ്പോൾ 11ാമത്തെ ആഴ്ചയാണ്. ഇനിയിപ്പോൾ അടുത്ത 12ാമത്തെ ആഴ്ച, ഇനി 2-3 ആഴ്ചകൾ കൂടിയേ ഉള്ളൂ. മാക്സിമം എൻഡ് വരെയും എത്തിച്ചിട്ടുണ്ട്. ഇനി നോറയ്ക്ക് ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ ടോപ്പ് 5 എത്താം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൂടെ ചാടിക്കേറി
വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ടോപ്പ് 5 അതായത് ഫിനാലേക്ക് തൊട്ട് മുമ്പുള്ള ആഴ്ചയിലോ അതിന് ഒരു വീക്ക് മുന്നെയോ പുറത്തേക്ക് പോകും, അത്രയേ ഉള്ളൂ. അപ്പം മാക്സിമം നോറയെ ബിഗ് ബോസ് വിചാരിച്ചതുപോലെ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഏകദേശം കൈവിട്ടു. കാരണം ബിഗ് ബോസ് ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുമ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കിയാൽ മാത്രമേ ബിഗ് ബോസിനും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അവിടെ കരഞ്ഞു മെഴുകിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം പ്രേക്ഷകരും കൈവിട്ട് തുടങ്ങിയ നോറയെ ഏതെങ്കിലും ഒരു എവിക്ഷനിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ അൻസിബ എന്ന ക്ലാസിക് പ്ലെയർ മുന്നോട്ട് ഉയർന്നു വരികയാണ്. അനാവശ്യമായ സംസാരങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. എന്നാൽ കറക്റ്റായിട്ട് സമയത്ത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കുന്നുമുണ്ട്. അതാണ് ഇന്നലത്തെ ആ ഒരു ലൈവിലും അതുപോലെ തന്നെ എപ്പിസോഡിലും കാണാനിടയായത്. ഞാൻ എപ്പിസോഡ് കൂടി വരാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. എപ്പിസോഡിൽ എന്തോരം ഇവർ മുക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി, നോറയെ പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടോ. മാക്സിമം അവർ മുക്കാൻ പറ്റിയതൊക്കെ മുക്കി എപ്പിസോഡും ലൈവും കണ്ടവർക്ക് മനസ്സിലാവും. ലൈവിൽ കാണിച്ച അത്രയും സംഭവങ്ങളൊന്നും ഇല്ല. നോറയ്ക്കെതിരെ അൻസിബ സംസാരിക്കുന്നതും മറ്റ് കണ്ടസ്റ്റൻസ് സംസാരിക്കുന്നതും ഒന്നും ലൈവിൽ ഉള്ളതൊന്നും എപ്പിസോഡിലുമല്ല. വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് കരുതി മാത്രം ഇട്ടതാണ്. മാക്സിമം അവർ മുക്കാൻ പറ്റിയതൊക്കെ മുക്കിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ലൈവ് കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവും എത്രത്തോളം നോറ ഇന്നലെ എയറിൽ കയറി, അല്ലെങ്കിൽ നോറയുടെ ഒരു ഫേക്ക് ഗെയിം അല്ലെങ്കിൽ പ്രേക്ഷകരെ പറ്റിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഗെയിം എത്രത്തോളം അവസാനിച്ചു എന്ന്. ഏകദേശം നോറ അവസാനിച്ചു കഴിഞ്ഞു. മുൻപ് തന്നെ നമ്മൾ പ്രേക്ഷകർക്കിടയിൽ അവസാനിച്ചു, ഇപ്പോൾ കണ്ടസ്റ്റൻസിനിടയിൽ മൊത്തത്തിൽ അവസാനിച്ചു. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.